ഡോക്ടർ ജെയിംസിന്റെ അത്ഭുതകരമായ ഒരു മാറ്റം നമുക്ക് ദർശിക്കാം. തൻ്റെ ശാസ്ത്രീയ ഗ്രാഹ്യത്തെ വെല്ലുവിളിക്കുന്ന ഒരു അനുഭവം അദ്ദേഹത്തിന് ഉണ്ടാകുന്നതും അത് എങ്ങനെയാണ് അദ്ദേഹത്തെ രൂപാന്തരപ്പെടുത്തിയെന്നും നമുക്ക് കാണാം. വെൽക്കം ടു അവർ സ്കേറ്റ്, എ ഡ്രോപ്പ് ഓഫ് ബ്ലഡ്, ഒരു തുള്ളി രക്തം. ഡോക്ടർ ജെയിംസ്, നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണോ? എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതൊരു അത്ഭുതമാണ്. മൈ ഗോഡ്! നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഡോക്ടർ ടോം. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുകയാണ്. എന്ത്? എങ്ങനെ? ഒരു എത്തിസ്റ്റിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് ഒരു വിശ്വാസിയായി മാറിയത്? പറയൂ ഡോക്ടർ, ഇതെങ്ങനെ സംഭവിച്ചു? ഐ വോണ്ട് ടു നോ. ഇറ്റ്സ് ട്രൂ ഡോക്ടർ. ഞാനൊരു മിറക്കിളുടെ ഭാഗമായി മാറുകയായിരുന്നു. ഒരു മാസം മുമ്പ് 13 വയസ്സുള്ള ഒരു പെൺകുട്ടി അവളുടെ പേരൻസുമായി എന്നെ സന്ദർശിച്ചപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഷീ ഓപ്പൺ മൈ ക്ലോസ്ഡ് ഐസ് ഡോക്ടർ. I'm really sorry. Unfortunately, there's nothing much that I can do here. എന്താ ഡോക്ടർ, എന്തു പറ്റി? After seeing Angel's reports, I have to say that this is rather a dire scenario. ഞങ്ങളുടെ മെഡിക്കൽ സ്റ്റഡി അനുസരിച്ച് ഓപ്പൺ ഹാർട്ട് സർജറി മാത്രമാണ് ഒരേ ഒരു ഓപ്ഷൻ. എന്നാൽ ഈ സാഹചര്യത്തിൽ പോലും വിജയസാധ്യത 25% താഴെ മാത്രമാണ്. ഒരു എക്സ്പീരിയൻസ് ഡോക്ടർ എന്ന നിലയിൽ ഈ സർജറിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന അപകട സാധ്യതകളെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം. ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് എ റിസ്ക് ഓൺ അവർ ലൈഫ്. ഡോക്ടർ പറഞ്ഞത് എല്ലാം ഞങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്. എല്ലാം നന്നായി നടക്കും ഡോക്ടർ. പ്രാർത്ഥനയുടെ ശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഒരു അത്ഭുതത്തിനായി കാത്തിരിക്കുകയാണ്. See, as a doctor, I must base my decisions on scientific evidence and medical expertise. നിങ്ങളുടെ വിശ്വാസങ്ങളൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഈ ഓപ്പറേഷനിൽ 25% മാത്രമാണ് സക്സസ് ചാൻസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനാവശ്യ റിസ്കുകൾ എടുക്കേണ്ടതെന്ന്. ഡോക്ടർ, കൺസെൻറ്റ് പേപ്പർ സൈൻ ചെയ്യാനും പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. ഈ സർജറിയിൽ ദൈവം ഡോക്ടറിനെ സഹായിക്കുമെന്നും ഞങ്ങൾ ഉറപ്പായും വിശ്വസിക്കുന്നു. എൻ്റെ അപ്പയമ്മ എല്ലാ ദിവസവും യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ ഹെൽത്തിന് വേണ്ടി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പാ എൻ്റെ അസുഖമൊക്കെ മാറുമെന്ന്. ഫൈൻ, ഐ വിൽ ഡു ദ സർജറി. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ മികച്ച ഡിസിഷനെതിരെയാണ് ഞാൻ ഈ സർജറി ചെയ്യുന്നത്. നിങ്ങൾ രണ്ടുപേരും ആ കൺസെൻറ്റ് ഫോമിൽ ഒപ്പിടണം. ആൻഡ് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഡോക്ടർ, ക്യാൻ ഐ ആസ്ക് യു സംതിങ്? യെസ് ഏഞ്ചൽ. ഡോക്ടർ, എൻ്റെ ഹാർട്ട് ഓപ്പൺ ചെയ്താണോ ഈ സർജറി ചെയ്യുന്നേ? ഡോണ്ട് വറി ഏഞ്ചൽ. സർജറിക്ക് മുമ്പ് ഞാൻ ഒരു ചെറിയ ഇഞ്ചക്ഷൻ തരാം. മോൾക്ക് ഒരു വേദന ഉണ്ടാകത്തില്ല. ആൻഡ് വെൻ യു വേക്ക് അപ്പ് യു ബി പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഇല്ല ഡോക്ടർ, എനിക്ക് വേദനയെക്കുറിച്ചൊന്നും പേടിയില്ല. പക്ഷെ എനിക്കൊരു ഡൗട്ടുണ്ട്. എൻ്റെ അപ്പയമ്മ എന്നോട് പറഞ്ഞത് ജീസസ് എൻ്റെ ഹാർട്ടിൻ്റെ ഉള്ളിലുണ്ടെന്നാണ്. അപ്പോൾ എൻ്റെ ഹാർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എൻ്റെ ജീസസിന് എന്തെങ്കിലും പറ്റുമോ? നോ സ്വീറ്റി, നത്തിങ് ബാഡ് വിൽ ഹാപ്പൻ ടു യുവർ ജീസസ്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ഡോക്ടർ. യെസ് ഏഞ്ചൽ, ടെൽ മീ. എൻ്റെ ഹാർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഡോക്ടർ ജീസസിനെ കാണത്തില്ലേ? അപ്പോൾ ഞാൻ ഒരുപാട് ജീസസിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഡോക്ടർ ജീസസിൻ്റെ അടുത്ത് പറയണം. തീർച്ചയായും ഏഞ്ചലിന് ജീസസിനെ വളരെ ഇഷ്ടമാണെന്ന് ഞാൻ ജീസസിനോട് പറയാം. പിന്നെ ജീസസ് കാണാൻ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ കണ്ടിട്ട് ഏഞ്ചലിനോട് പറയാം കേട്ടോ. Dr. Stella, can you please call Dr. Eben and Dr. Roy?
ഈ പേഷ്യൻ്റ് എന്നെയാണ് ആദ്യം കൺസൾട്ട് ചെയ്യാൻ വന്നത്. ഞാൻ ആദ്യമേ ഈ കേസ് റിജക്റ്റ് ചെയ്തതാണ്. അവരുടെ ഒരു റിക്വസ്റ്റ് കൊണ്ട് മാത്രമാണ് ഞാനിത് ഡോക്ടർ ജെയിംസിനെ റെഫർ ചെയ്തത്. യെസ്, ഐ റിമെമ്പർ ദിസ് കേസ് വി ഡിസ്കസ്ഡ്. ഈ റിപ്പോർട്ട് ഒന്നും ഒരു സർജറി ചെയ്യാനുള്ള കണ്ടീഷനിലല്ലോ. എന്നിട്ടും എങ്ങനെ ഡോക്ടർ ജെയിംസിനെ സമ്മതിച്ചു? പേഷ്യൻറ്റിൻ്റെ പേരൻസ് ഡോക്ടറിനെ വളരെ അധികം നിർബന്ധിച്ചു. നോർമലി ഡോക്ടർ ജെയിംസ് ഇതൊക്കെ ഒഴിവാക്കുകയാണ് പതിവ്. ബട്ട് ടു മൈ സർപ്രൈസ് ഹി അഗ്രീഡ് ടു ദിസ് സർജറി. ഡോക്ടർ, ഡിഡ് യു പോസ്റ്റ് ദ സർജറി ഫോർ ദിസ് പേഷ്യൻ്റ്? Yes, next Tuesday morning. Dr. James, doctor, it's a clear case of complex congenital heart defects. It seems that this operation is very risky. Do you know something? എനിക്ക് ഈ സർജറി ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. പക്ഷെ എനിക്കറിയില്ല, ഏഞ്ചലിൻ്റെയും അവളുടെ പേരൻസിൻ്റെ ആത്മവിശ്വാസം കാരണം എനിക്ക് അവരോട് നോ പറയാൻ പറ്റിയില്ല. എന്നോട് ആരോ ഈ ചാലഞ്ച് ഏറ്റെടുക്കാൻ പറയുന്ന പോലെ എനിക്ക് തോന്നി. Let us see what will happen on Tuesday. What? What was the outcome of the operation, Dr. James? Was it successful? Is Angel still with us? I will tell you what really happened. ഞാൻ അവളുടെ ഹൃദയം തുറന്നപ്പോൾ അതിലേക്ക് രക്തം ഒഴുകുന്നുണ്ടായിരുന്നില്ല.
അവളുടെ ഹൃദയത്തെ രക്ഷിക്കാൻ നിങ്ങൾ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു. പക്ഷെ അവസാനം സർജറി ചെയ്യാൻ പറ്റാതെ അവളുടെ ഹൃദയം അടയ്ക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നി. പക്ഷെ ആ സമയത്താണ് ഏഞ്ചൽ എന്നോട് ചെയ്യാൻ പറഞ്ഞ ആ കാര്യം ഞാൻ ഓർത്തത്. ഞാൻ കൈ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു, ജീസസ്, നീ അവിടെ ഉണ്ടോ എന്നെനിക്കറിയില്ല. നീ അവിടെ ഉണ്ടെങ്കിൽ ഈ കുട്ടിക്ക് നിന്നിൽ വിശ്വാസമുള്ളതുപോലെ എന്തെങ്കിലും ചെയ്യൂ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് അത്ഭുതം സംഭവിച്ചു. അവളുടെ ഹൃദയത്തിലേക്ക് രക്തം ഒഴുകാൻ തുടങ്ങിയെന്ന് ഒരു ജൂനിയർ ഡോക്ടർ റിപ്പോർട്ട് ചെയ്തു. ആൻഡ് ഫൈനലി വി കംപ്ലീറ്റഡ് ദ സർജറി സക്സസ്ഫുള്ളി. Oh my God, that was really a miracle. Did Angel ask about Jesus? ഏഞ്ചൽ, പ്ലീസ് കം. ഇവിടെ ഇരിക്കൂ. ഇപ്പോൾ എങ്ങനെയുണ്ട്? I'm good, doctor. How are you? ഇതാണ് ഞാൻ ഡോക്ടറിനോട് സംസാരിച്ച ഞങ്ങളുടെ കൊച്ചു മാലാക. ഡോക്ടർ, ഇന്ന് ഏഞ്ചൽ ഡിസ്ചാർജായി. ഡോക്ടറിനോട് നന്ദി പറയാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഡോക്ടർ എന്നോടൊരു കാര്യം പ്രോമിസ് ചെയ്തായിരുന്നു. എൻ്റെ യേശുപ്പച്ചനെ കണ്ടോ? എങ്ങനെയുണ്ട് എൻ്റെ ജീസസ് കാണാൻ? എൻ്റെ കുഞ്ഞെ, ഞാൻ നിന്നെ കാണുമ്പോൾ ഞാൻ യേശുവിൻ്റെ മുഖം കാണുന്നു. യേശുവിനെ നിന്റെ ഹൃദയത്തിൽ ഒരു തുള്ളി രക്തമായാണ് ഞാൻ കണ്ടത്. ഏഞ്ചലിൻ്റെ ഓപ്പറേഷൻ എൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു. ഇന്ന് ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. താങ്കൾ പറഞ്ഞത് തികച്ചും ശരിയാണ് ഡോക്ടർ ജെയിംസ്. സ്വന്തം മക്കളോടുള്ള സ്നേഹവും കരുതലും ഇത്തരം നിമിഷങ്ങളിലൂടെയാണ് ദൈവം നമ്മോട് കാണിക്കുന്നത്. Thank you, doctor. Thank you for saving my life. No, Angel, you saved my life. I have a gift for you. ഡോക്ടർ ജെയിംസിനെ പോലെയുള്ള പലരും ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം തിരഞ്ഞെടുക്കപ്പെട്ട ചിലർക്ക് വേണ്ടിയായിരുന്നില്ല, യോഗ്യരായവർക്കും വേണ്ടിയല്ലായിരുന്നു, മറിച്ച് എല്ലാവർക്കും വേണ്ടിയായിരുന്നു. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നമുക്കെല്ലാവർക്കും വേണ്ടിയായിരുന്നു. അവൻ ചൊരിഞ്ഞ രക്തം കൃപയുടെ ആത്യന്തിക ദാനമായിരുന്നു, വീണ്ടെടുപ്പായിരുന്നു. നമ്മൾ സമ്പന്നരോ ദരിദ്രരോ പാപിയോ തകർന്നവരോ അവിശ്വാസിയോ വിശ്വാസിയോ ആരുമായിക്കൊള്ളട്ടെ, അവന്റെ ക്രൂശിലെ ത്യാഗം നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടതാണ്. ക്രിസ്തുവിന്റെ മുറിവുകളിൽ നിന്നും ഒഴുകിയ രക്തം കൊണ്ട് അവൻ നമ്മെ സ്വന്തമാക്കി. ഈ സ്കിറ്റ് ഇവിടെ പൂർണ്ണമാകും. നന്ദി.